തെക്കുകിഴക്കൻ ഏഷ്യൻ കാടുകളിൽ നിശബ്ദമായ ഒരു ദുരന്തം അരങ്ങേറുകയാണ്. ആനക്കൊമ്പിനേക്കാൾ വിലമതിക്കുന്ന റെഡ് ഐവറിക്ക് വേണ്ടിയുള്ള യുദ്ധമാണത്. മനുഷ്യന്റെ പണക്കൊതിയിൽ ഹെൽമറ്റഡ് ഹോൺബിൽ എന്ന അപൂർവ ഇനം വേഴാമ്പലുകൾ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടാൻ അധികകാലം വേണ്ടിവരില്ലെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തുവരുന്നത്. ഈ പക്ഷികളുടെ സവിശേഷമായ ജീവിത രീതി തന്നെയാണ് അവയെ വേട്ടക്കാർക്ക് എളുപ്പത്തിൽ ഇരയാക്കാൻ സഹായിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇണചേരുന്ന ഇവ ഒരു മുട്ട മാത്രമാണ് ഇടാറുള്ളത്. കൂറ്റൻ മരപ്പൊത്തുകൾക്കുള്ളിൽ അമ്മ പക്ഷിയും കുഞ്ഞും 5 മാസത്തോളം സ്വയം തടവിലായിരിക്കും. ഈ സമയത്ത് ആൺപക്ഷി എത്തിക്കുന്ന ഭക്ഷണമാണ് ഇവയുടെ ഏക ആശ്രയം. തീറ്റ തേടിപ്പോകുന്ന അച്ഛൻ വേഴാമ്പൽ വേട്ടക്കാരുടെ വെടിയേറ്റു വീണാൽ കാടിനുള്ളിൽ കാത്തിരിക്കുന്ന അമ്മയും കുഞ്ഞും വിശന്നു മരിക്കുകയാണ് പതിവ്. സാധാരണ വേഴാമ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ തലയ്ക്ക് മുകളിൽ കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള ഒരു മുഴയുണ്ട്. ഇതാണ് കരിഞ്ചന്തയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തു. പണ്ട് ചൈനീസ് രാജകുടുംബങ്ങൾ ആഭരണങ്ങൾക്കും കൊത്തുപണികൾക്കുമായി ഇത് ഉപയോഗിച്ചിരുന്നു. 2010 ശേഷം ചൈനയിലെ സാമ്പത്തിക ഉണർവ് ഇത്തരം അപൂർവ വസ്തുക്കൾക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് ഈ പക്ഷികളുടെ അന്തകനായി മാറി. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ പക്ഷികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 1999-നും 2024-നും ഇടയിൽ ആയിരക്കണക്കിന് കൊമ്പുകൾ അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കടത്തപ്പെട്ടു. പ്രതിവർഷം 6000-ഓളം പക്ഷികൾ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. 10 വർഷം മുൻപ് അപകട സാധ്യതയുള്ള പട്ടികയിലായിരുന്ന ഇവ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാടിന്റെ കാവൽക്കാരായ ഈ പക്ഷികളെ സംരക്ഷിക്കാൻ കർശനമായ രാജ്യാന്തര നിയമങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇവ വെറുമൊരു ചിത്രകഥ മാത്രമായി അവശേഷിക്കും.